വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ശരിയായ രീതിയിലുള്ള ഉപയോഗം ഈ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മുടി കൊഴിച്ചില്ലേ അത് മാറ്റും. ഞാൻ അതിന് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് പറയാം. ഞാനിവിടെ ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം ഇതൊരു ചെറിയ തേങ്ങയാണ്, ഫുള്ളും ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് അരി കഴുകിയിട്ട് ഉണക്കിയതാണിത്. ഇനി മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. കറുത്ത എള്ള് തന്നെ വേണം. ശരിയായ രീതിയിൽ ഉപയോഗിക്കണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അരിയും കൂടി ചേർക്കണം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കുറച്ച് അരി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അരിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല, വെറും എള്ള് മതി. ഈ എള്ള് നന്നായിട്ട് കഴുകി അരിച്ചിട്ട് വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. എള്ളിൽ എപ്പോഴും പുഴുക്കളെല്ലാം ഉണ്ടാകും. കുറച്ച് പഴകുമ്പോൾ നന്നായിട്ട് കഴുകി പൊറുക്കിയെല്ലാം വൃത്തിയാക്കി പൊടിയും കല്ലും എല്ലാം ഉണ്ടാവും. അതിൽ അരിച്ച് ഉണക്കിയെടുത്തതാണ്. നന്നായിട്ട് ഉണക്കിയെടുക്കണം. ചീനച്ചട്ടി ചൂടാകുമ്പം അരി വറുത്തെടുക്കണം. അരി കുറച്ചായിട്ട് വറുത്തെടുത്താൽ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. ചീനച്ചട്ടി നന്നായി ചൂടായാൽ മാത്രമേ അരി ഇട്ട് കൊടുക്കാതും. പഴയ കുക്കറിലാണെങ്കിൽ അരി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. തെറിക്കില്ല, പുറത്തേക്ക് തെറിക്കില്ല. ഇതിന് ഈ പൊരിയുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാൻ നല്ല ചാൻസാണ്. കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. പൊട്ടുന്ന കേട്ടോ, ഇളക്കിയാൽ പുറത്തേക്ക് തെറിക്കുകയില്ല. കുറച്ച് ജീരകം, ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നന്നായി പൊരിഞ്ഞു കരിയുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് തണുക്കട്ട് കേട്ടോ. തണുക്കാൻ ഞാൻ മറ്റേ പാത്രത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇത് പച്ച എള്ളാണ്. ഇത് ചവച്ച് കഴിക്കാൻ പറ്റുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇത് മിക്സിൻ്റെ വലിയ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. തേങ്ങ അരക്കുന്ന ജാറിലായാലും മതി. ഞാനതിൽ 3 ഏലക്കായും ഇട്ടിട്ടുണ്ട്. ഇതാദ്യം പൊടിച്ചെടുക്കുക. ഇത് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള ആദ്യം അടിയിലിട്ടിട്ട് ആദ്യം പൊടിക്കാനാവില്ല. എള്ളെണ്ണ നന്നായിട്ടുണ്ടാവും. വറക്കാത്തതുകൊണ്ട് എള്ളെണ്ണ ഒട്ടും തന്നെ വറ്റി കിട്ടൂലല്ലോ. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞില്ലേ. വറക്കാതെ എള്ളിങ്ങനെ അരിപ്പൊടീൻ്റെ കൂട്ടത്തിലാകുമ്പോൾ നന്നായി പൊടിഞ്ഞിട്ട്. ഇനി തേങ്ങ ചേർത്തിട്ട് ഇതിൽ അടിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങ ചേർത്ത് അടിക്കുന്നില്ല. കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം തേങ്ങയെല്ലാം ചൂടാക്കിയാൽ മതി. കുറേശ്ശെ ആക്കുന്നെങ്കിൽ നേരം കുഴച്ചെടുത്താലും മതി. ശർക്കരപ്പാനി ആക്കിയിട്ട് തേങ്ങയും ചേർത്ത് പൊടിയെല്ലാം ചേർത്തൊന്ന് കുഴച്ചാൽ മതി. ഇങ്ങനെ ലേശം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിന്. നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് കൂട്ടോ തീരെ ചേർക്കാണ്ടാണെങ്കിൽ അങ്ങനെയാക്കാം. നെയ്യ് നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു 2 ആണി വെള്ളം ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. മധുരം അങ്ങനെ ഷുഗർ ഉള്ളവർ വെല്ലത്തിൻ്റെ അളവ് കുറച്ചോ, അല്ലാത്തവർക്ക് നന്നായിട്ട് കൂട്ടാം. കൂടുതലില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ശർക്കരപ്പാനിയിൽ ഒഴിക്കലാണ്. തേങ്ങ അധികം ചൂടാക്കുന്നില്ല. ഈ വറുത്തെള്ള് കൂടുതൽ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ പച്ചെള്ളിൻ്റെ അളവ് കുറച്ച് കഴിച്ചാൽ മതി. ശരീരത്തിനും വളരെ നല്ലതാണ്. അധികം സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് മെനക്കെട്ടാൽ കുറച്ച് സമയം കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കും. ഞാനിപ്പോൾ
സ്റ്റവ് ഓഫ് ചെയ്യലാണ്. കൂടുതൽ സമയമൊന്നും ഇളക്കുന്ന ഇത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ഓരോന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഓരോ ടേബിൾ സ്പൂൺ അളവ് കഴിച്ചാൽ മതി. വലിയ ആൾ കുട്ടികളാണെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ട് പറ്റുകളൊരു 1-2 മാസം കഴിച്ചാൽ വളരെ നല്ലതാണ്. നിത്യേന ശീലാക്കിയാൽ അതും വളരെ നല്ലത് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടാകുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. സ്റ്റവ് ഓഫ് ചെയ്തു. രാവിലെ ഒരെണ്ണം മതി. കണ്ട, തേങ്ങ കൂടുതലായതുകൊണ്ടാണ് ഇതിൻ്റെ കറുപ്പധികം കാണിക്കാത്തത്.